السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على سيدنا മുഹമ്മദ് وآله وصحبه أجمعين. ഫോക്കസ് അക്കാഡമിയുടെ വ്യത്യസ്ത മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന അറബിക് ലിറ്ററേച്ചറിന്റെ കോഴ്സിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അബ്ബാസിദ് ലിറ്ററേച്ചർ ചർച്ച ചെയ്യുന്നത്. നേരത്തെ 6 സെഷനുകളുമായി ബന്ധപ്പെട്ട് അബ്ബാസിദ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. അബ്ബാസി ലിറ്ററേച്ചറിലെ ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് തൗഖിയാത്ത്, നിങ്ങൾ നേരത്തെ എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ലിറ്റററി ജോണറുകളാണ് തൗഖിയാത്ത്, മഖാമാത്ത്. ഇത് രണ്ടിന്റെയും ഒരു പ്രത്യേകത നമുക്കറിയുന്ന പോലെ ഇത് രണ്ടും അബ്ബാസി കാലഘട്ടത്തിൽ മാത്രം ഉത്ഭവിക്കുകയും വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ള, അതോടൊപ്പം അബ്ബാസി ലിറ്ററേച്ചറോട് കൂടെ തന്നെ ഏറെക്കുറെ ചരമം പ്രാപിക്കുകയും നിർജീവമാകുകയും ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട ലിറ്റററി ജോണറുകളാണ്. മഖാമാത്ത് ഇപ്പോഴും കുറച്ച് പേരൊക്കെ എഴുതുന്നുണ്ട്, ഇല്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല. മോഡേൺ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും മറ്റൊക്കെ മഖാമാത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിനെ ഇഹ്യാ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ പുതിയ കവികളും സാഹിത്യകാരന്മാരൊക്കെ. പക്ഷേ ഒരു ലിറ്റററി ആർട്ട് എന്നുള്ള രൂപത്തിൽ അത് ഫ്ലറിഷ് ആകുന്ന ഒരു സ്ഥിതി നിലവിലില്ല എന്ന് പറയാം. ബാക്കി നോവലാകട്ടെ, ഡ്രാമയാകട്ടെ, പോയട്രി, മറ്റിതര എല്ലാ ജോണറുകളും വളരെ വികസിക്കുകയും അതിന് വ്യത്യസ്തമായ രൂപങ്ങൾ കൈവരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും തൗഖിയാത്ത് പറ്റെ നിർജീവമാകുന്നു, മഖാമാത്ത് ഏറെക്കുറെ നിർജീവമാകുന്നു. അതൊരു ഇപ്പോൾ ഉണ്ട് എന്ന് പറയാവുന്ന അത്ര തന്നെ മഖാമാത്ത് ഇല്ല, എന്നാലും ഉണ്ട് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ തൗഖിയാത്ത്, മഖാമാത്ത്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സെഷനിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ആദ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിന് ശേഷം നമുക്ക് ഇതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹുവല്ലദി അവ്വലു മൻ കതബൽ മഖാമാത്ത്. അറബിക് ലിറ്ററേച്ചറിലാണ് മഖാമാത്ത് ഉണ്ടായിട്ടുള്ളത്. മഖാമാത്ത് എന്നുള്ള ലിറ്റററി ജോണർ ആദ്യമായിട്ട് പരീക്ഷിച്ച ആള് ആരാണ്? ആദ്യമായിട്ട് ആരാണ് അത് എഴുതിയിട്ടുള്ളത്? മഖാമാത്ത് എന്താന്നുള്ള നമുക്ക് പിന്നീട് പറയാം. അതിനു മുമ്പായിട്ട് മഖാമാത്ത് ആദ്യമായിട്ട് ആരാണ് എഴുതിയിട്ടുള്ളത്? പലപ്പോഴും നിങ്ങൾ നേരിട്ട ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ നേരിടേണ്ട ചോദ്യമാണ്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഹമദാനി ഉണ്ട്, ഹരീരി ഉണ്ട്, ദമഖ്ശരി, സുയൂത്തി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ ഹമദാനിയും ഹരീരിയും മാത്രമാണ് ഇതിൽ മഖാമാത്തിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്നത്. ദമഖ്ശരിക്ക് മഖാമാത്ത് ഉണ്ട്, സുയൂത്തിക്ക് ഇല്ല. ദമഖ്ശരി ഇമാം എന്ന് പറയുന്നത് വലിയ മുഫസ്സിറാണ്. സുയൂത്തി ഇമാം എന്ന് പറയുന്നത് വലിയ ഉലൂമുൽ ഖുർആനിലൊക്കെയും വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഗ്രന്ഥരചനകളുണ്ട്. വളരെ കനപ്പെട്ട ഫിഖ്ഹിലുണ്ട്, അതുപോലെ ഉസൂലുൽ ഫിഖ്ഹിലുണ്ട്, ഉലൂമുൽ ഖുർആനിലുണ്ട്, വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിലുണ്ട്. ദമഖ്ശരി ഇമാം വലിയ മുഫസ്സിറാണ്. തഫ്സീർ അൽ കശ്ശാഫ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അതിന്റെ മുസന്നിഫാണ്. ഇതിൽ ഹമദാനിയും ഹരീരിയും മാത്രമാണ് മഖാമാത്ത് എഴുതിയിട്ടുള്ള ആളുകൾ. ഇപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഹമദാനിയാണ്. ഇതിൽ ഹമദാനിയാണ്. ഹുവല്ലദി അവ്വലു മൻ കതബൽ മഖാമാത്ത് അൽ ഹമദാനി. ഹമദാനിയാണ് ആദ്യമായിട്ട് മഖാമാത്ത് എഴുതിയിട്ടുള്ള ആൾ. പിന്നീട് അദ്ദേഹത്തെ തുടർന്നിട്ടാണ് ഹരീരി വരുന്നത്. അപ്പൊ ഹമദാനി മഖാമാത്ത് എന്നുള്ളൊരു കണക്ഷൻ, ആദ്യമായിട്ട് മഖാമാത്ത് എഴുതിയിട്ടുള്ള ആള് ഹമദാനി എന്നുള്ളത്, ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബ്ബാസി കാലഘട്ടത്തിലെ വിശ്രുതനായ സാഹിത്യകാരനായിരുന്നു ഹമദാനി, ബദിഉസ്സമാൻ അൽ ഹമദാനി. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ബി ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ? പിന്നെ വന്നിട്ട് കുടുങ്ങിയണല്ല, അങ്ങനെ ഒഴിവാക്കാന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഉത്തരം നോക്കാം. ഉത്തരം ഹരീരി മഖാമാത്ത് എന്ന് പറയുന്ന ലിറ്റററി ആർട്ട് അല്ലെങ്കിൽ ആ ഒരു സംഗതി എഴുതിയിട്ടാണ് പ്രസിദ്ധനായിട്ടുള്ളത്. ഹരീരിയുടെ കാര്യമായ സംഭാവന നഖദിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യമായ സംഭാവന മഖാമാത്തിലായിരുന്നു. അദ്ദേഹവും ധാരാളം മഖാമാത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഹമദാനിയുടെ അത്ര ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയിട്ടുള്ള മഖാമാത്തൊക്കെയും വളരെ പ്രസിദ്ധവുമാണ്. അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ശൈലി അതിൽ പ്രയോഗിക്കാനൊക്കെയും കഴിഞ്ഞിട്ടുണ്ട്. ഹമദാനിക്ക് ശേഷം തൊട്ടുടനെ വന്നിട്ടുള്ള മഖാമാത്തിൽ ഈ 2 പേരാണ് നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പേരുകൾ. മഖാമാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ബദിഉസ്സമാൻ അൽ ഹമദാനി,
അൽ ഹരീരി. ഇവർ രണ്ടുപേരുമാണ് നമുക്ക് ഓർമ്മയിലേക്ക് വരിക. കാരണം ഇവരുടെ സംഭാവനകളെ നമുക്ക് പഠിക്കാനുള്ളൂ, ഇവരെ കുറിച്ച് മഖാമാത്തിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനുള്ളൂ. അതുകൊണ്ടാണത്. ബാക്കിയുള്ളവർ എഴുതിയിട്ടില്ല എന്നതിന് അർത്ഥമില്ല. കുറച്ച് പേരൊക്കെ വീണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ തൗഖിയാത്ത് എന്താ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം മഖാമാത്ത് നോക്കാം. തൗഖിയാത്ത് എന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖലീഫമാർക്കും ഭരണാധികാരികൾക്ക് പൊതുവെ ആളുകൾ പരാതിയും അവരുടെ പ്രശ്നങ്ങളും ശിക്കായത്തും ഒക്കെ എഴുതി അറിയിക്കും. ആ സമയത്ത് അതിന്റെ താഴെ ഒരു ഒപ്പുവെക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒപ്പുവെക്കുന്ന സമയത്ത് അവർ ഒന്നുകൂടി സർഗാത്മകമായിട്ടാണ് ഒപ്പുവെക്കാൻ. നമ്മുടെ ഒപ്പുവെക്കുന്ന പോലെയല്ല, അവരൊന്നുകൂടി സർഗാത്മകമായിട്ടാണ് ഒപ്പുവെക്കാറുള്ളത്. തൗഖിയ എന്ന് പറഞ്ഞാൽ ശരിക്കും സിഗ്നേച്ചർ എന്നാണല്ലോ. തൗഖിയ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നുള്ളതാണ്. പക്ഷെ തൗഖിയാത്ത് ഇവിടെ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഒപ്പ് എന്നുള്ള അർത്ഥമല്ല. ഒപ്പുവെക്കുന്നതിന് പകരമായിട്ട് ഒപ്പുവെക്കുന്നതോടൊപ്പം അവര് എന്തെങ്കിലും ഒരു 1-2 വരി അവിടെ എഴുതിയിട്ടായിരിക്കും അതിന് ഒപ്പുവെക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് കാണാൻ പറ്റും. ഖലീഫ ഹാറൂൺ റഷീദ് ബറാമിക്കത്തിന്റെ ആ വലിയ സംഭവം അന്ന് അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: അമ്പത്തുഹും അത്വാഅ വ ഹസദതുഹും അൽ മഅസിയ. അമ്പത്തുഹും അത്വാഅ വ ഹസദതുഹും അൽ മഅസിയ. യെസ്, ഞാൻ അവർക്ക് അനുസരണയാണ് അവർക്ക് മുളപ്പിച്ചിട്ടുള്ളത്, അവർക്ക് നട്ടുമുളപ്പിച്ചിട്ടുള്ളത് അനുസരണയാണ്. പക്ഷെ ഞാൻ കൊയ്തെടുത്തത് അവരിൽ നിന്നും എതിര് പ്രവർത്തിക്കുന്നതിനെയാണ്. അപ്പോൾ അവർ ശരിക്ക് അനുസരണയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ കൽപ്പനകൾക്ക്. പക്ഷെ എനിക്ക് അവരിൽ നിന്നും നേരിട്ടിട്ടുള്ളത് മഅസിയത്താണ് എന്നുള്ള ആകെ 2 സെന്റൻസ് മാത്രം. ഇത്തരം വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ എന്താ പറയാ, മൂജസായിട്ടുള്ള കലാമായിരിക്കും ഇതിലുണ്ടാവുക. മൂജസാകുന്ന സമയത്ത് തന്നെ അതിന് വലിയ വിശാല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. തൗഖിയാത്ത് വളരെ നല്ല സാഹിത്യ സർഗവാസനയൊക്കെ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. പലപ്പോഴും ഇഖ്തിബാസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഖുർആനിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയുടെയോ ഒക്കെ വരികളിൽ നിന്നെടുത്ത ശകലങ്ങൾ തൗഖിയാത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒന്നും കൂടി ഭംഗി വരുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒപ്പുവെക്കുന്ന ആ സമയത്താണ്. ഇതിന്റെ വിശദീകരണം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അമ്പത്തുഹുമത്തുൽ മാസിയ എന്നുള്ളത് ഇന്നഹും ഹീന കാനു മുതഈന യഫൂന ബിൽ അഹ്ദി ലിൽ ഖുലഫ അദുമ ശഅനുഹും. ഭരണാധികാരികൾക്ക് അവർ അനുസരിക്കുന്ന സമയത്ത് അവരുടെ സ്ഥാനം വളരെ വലുതായിരുന്നു. എന്നാൽ അവർക്കെതിരെ ചതിപ്രയോഗം അവരെ വഞ്ചിക്കുന്ന സമയത്ത് ഖദത അലൈഹിം ഖിയാനത്തുഹും, അവരുടെ ചതിപ്രയോഗം അവർക്ക് തന്നെ വിനയായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് തൗഖിയാത്ത് ഇത്തരം ഖലീഫുമാരുടെയും അമീർമാരുടെയൊക്കെ കത്തിന് താഴെയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ചുരുക്കത്തിൽ തൗഖിയാത്ത്. തൗഖിയാത്തിനെ കുറിച്ച് അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാറില്ല. എന്തായാലും അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കലയാണ് എന്നുള്ള നിലക്ക്, ഒരു സാഹിത്യ രീതിയാണ് എന്നുള്ള നിലക്ക് അതിനെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. തൗഖിയാത്ത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, ഏത് കാലഘട്ടത്തിന്റെ സംഭാവനയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അബ്ബാസി കാലഘട്ടത്തിൻ്റെതാണ്. അബ്ബാസി കാലഘട്ടം കഴിയുന്നതോടുകൂടി അതും കഴിയുന്നുണ്ട്. ഇനി മഖാമാത്ത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. മഖാമാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയുടെ ഭാഷയിൽ കഥ പറയുക എന്നുള്ളൊരു രീതിയാണ്. സജഅ വളരെ നിർബന്ധമാണ്. സജഅാണ് ഇതിനെ വ്യതിരക്തമാക്കുന്ന ഒരു പ്രധാന ഘടകം. സജഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ സജഅന് പറയാം? പ്രാസം. അതായത് ഫാസിലകൾക്ക് ഒരേ എന്താ പറയാ ഹർഫുകൾ ഉണ്ടായിരിക്കുക. അൽ മഖാമാത്ത് ഹിയ ഖിസ്സ ഖസീറ, അതൊരു എന്തെങ്കിലും ചെറിയൊരു സംഭവമായിരിക്കും. ഏതെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും ചെറിയൊരു അപ്രസക്തമായതോ പ്രസക്തമായിട്ടോ ഉള്ള ചെറിയൊരു സംഭവമായിരിക്കും. അപ്രസക്തമായിരിക്കും പലപ്പോഴും. തദൂറു ഹൗല ബത്തലിൻ വഹ്മിയിൻ, ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു ഹീറോയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ സംഭവം. അപ്പൊ അതായത് ഒരു ബത്തൽ ഉണ്ടായിരിക്കും എന്നർത്ഥം, ഒരു ഹീറോ ഉണ്ടായിരിക്കണം. ആ ബത്തല് വഹ്മിയായിരിക്കും, അതുള്ള റിയലിസ്റ്റിക് ആയിരിക്കില്ല, ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു ഹീറോ ഉണ്ടാകും. ആ ഹീറോയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഇദ്ദേഹം കാൽപ്പനികമായി ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും ഒരു ഖിസ്സ പറയുക.
യർവി അഖ്ബാറഹു, ഈ ബത്തലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ബത്തലിന്റെ കാര്യങ്ങളൊക്കെയും ഒരാൾ റിപ്പോർട്ട് ചെയ്യും. അതിന് റാവി ഉണ്ടാകും. ആ റാവിയും വഹ്മിയായിരിക്കും. ഇപ്പോ ഇത് പിന്നെ ബത്തലിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു റാവി ഉണ്ടായിരിക്കും. ഇപ്പോ പിന്നെ അവിടെ ഹമദാനിയുടെ മക്കാമാത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി അല്ലേ, അദ്ദേഹമല്ല റാവി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക, പിന്നെ സംഭവിച്ചൊരു സംഭവത്തെ വളരെ നിബന്ധിതമായി പ്രാസൊക്കെ ഒപ്പിച്ച് വളരെ പിന്നെ റയറായിട്ടുള്ള ഗരീബായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഅക്കദത്തായിട്ട് വളരെ സങ്കീർണമായ പദപ്രയോഗങ്ങളും ജുംലകളൊക്കെ നടത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ വിരസമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു എന്താ പറയാ പദ്യവും അല്ല ഗദ്യവും അല്ലാത്തൊരു സാധനം. ഇതാണ് മക്കാമാത്ത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഹമദാനിയുടെ മക്കാമാത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും, പലപ്പോഴും സിലബസിലൊക്കെ ഉള്ള സാധനമാണ്. ഇനി മുഖവിമാത്തുൽ മക്കാമ, കോമ്പണൻസ് ഓഫ് എ മക്കാമ. മക്കാമക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, എപ്പോഴാണ് മക്കാമ ഉണ്ടാകുന്നത്? അപ്പൊ മക്കാമയുടെ ഘടകങ്ങൾ ഒന്ന്, ഒരു മജ്ലിസ് ഉണ്ടാകും. ഈ ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ റാവി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മറ്റൊന്ന് റാവിയത്ത് ഉണ്ടാകും. റാവിയത്ത് എന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ആള്. റാവിയത്ത് എന്നുള്ള മുദക്കറാണ്. ദാഴിയത്ത് എന്നൊക്കെ പറയുന്ന പോലെ റാവിയത്ത് മുദക്കർ തന്നെയാണ്. ഒരു റിപ്പോർട്ടർ ഉണ്ടാകും. പിന്നെ ഒരു മുഖ്തി ഉണ്ടാകും. മുഖ്തി പറഞ്ഞാൽ ബത്തൽ തന്നെ, ഒരു യോദ്ധാവ് ഉണ്ടായിരിക്കും, ഒരു ഹീറോ അതിലുണ്ടായിരിക്കും, ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ടാകും. മറ്റൊന്ന് സിനാ വൽ ഫക്കാഹ, വളരെ നിർമ്മിച്ചുണ്ടാക്കുന്നതാണ്, ഒരു ഫാബ്രിക്കേഷൻ ആണത്. അങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരുന്ന ഒരു കവിതയുടെ ആ ഒരു രസമൊന്നും ഇതിലുണ്ടാവില്ല. ഒരു സങ്കീർണത തോന്നുന്ന ഒരു സംഗതിയായിരിക്കും. ഫുക്കാഹത്ത് ഉണ്ടാകും, ഒരു കോമഡിയുടെ അംശം ഉണ്ടാകും. എല്ലാ മക്കാം എടുത്ത് നോക്കി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു രസങ്ങൾ, നർമ്മം ഒക്കെ ഉണ്ട്. നർമ്മം എന്ന് പറയാൻ പറ്റില്ല, നർമ്മം ഒന്നുകൂടിയും ഫിലോസഫി ആവും, ഹിറ്റാവും. എന്തെങ്കിലുമൊക്കെ ഒരു ഫുക്കാഹത്ത് അതിലുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ് കോമഡി, ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ, ഒരു ഹീറോ, റാവിയത്ത്, മജ്ലിസ്, ഇത്രയും ഘടകങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് മക്കാമാത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് പരീക്ഷയ്ക്കൊക്കെയും ചോദിക്കാവുന്ന ചോദ്യം, മക്കാമാത്ത് എന്താണെന്ന് വിശദീകരിക്കാനൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഉണ്ടാവില്ല. അതല്ലാത്ത UG PG എക്സാമിലൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാണ് പിന്നെ ഈ മക്കാമാത്തിന്റെ അസ്ഹാബ് ആരൊക്കെയാണ്, ആരാണത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, പിന്നീട് ആരൊക്കെയാണത് എഴുതി പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ റായിദുൽ മക്കാമാത്തായിട്ട് അറിയപ്പെടുന്നത്, ആദ്യമായിട്ട് മക്കാമാത്ത് രചിച്ചിട്ടുള്ള ആളായിട്ട് അറിയപ്പെടുന്നത് ബദിഉസ്സമൻ അൽ ഹമദാനി എന്ന് പറയുന്ന ആളാണ്. അത് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. പിന്നീട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അബുൽ ഖാസിം അൽ ഹരീരി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊന്ന് സർഖസ്തി, സമഖ്ശരി ഒക്കെയും വളരെ കുറച്ച് എഴുതിയിട്ടുണ്ട്. നാസിഫ് അലി യാസിദി മോഡേൺ സാഹിത്യകാരനാണ്. അങ്ങനെ കുറച്ചു പേരൊക്കെയും എഴുതിയിട്ടുണ്ട്. ഇതാണ് മക്കാമാത്തിനെ കുറിച്ച് ടോട്ടലി ജസ്റ്റ് ഒന്ന് അറിയാനുള്ളത്. ഇതിനെ കുറച്ച് ചോദ്യങ്ങളാകാം. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇപ്പം പിന്നെ പ്രധാനപ്പെട്ട മക്കാമാത്തിന്റെ പേരൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. അൽ മക്കാമാത്തുൽ ലുസൂമിയ ആരാണ് എഴുതിയിട്ടുള്ളത്? ഉത്തരം കമന്റ് ചെയ്യാം. ഓക്കെ, ഉത്തരം C ആണ്. അറിയുന്നവർ പലരുണ്ടായിരിക്കും. സർഖസ്തിയുടെ ആകെ ഒരു മക്കാമാത്ത് നമ്മൾ നോക്കേണ്ടതുള്ളൂ, അത് ഈ മക്കാമാത്ത് ലുസൂമിയത്താണ്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. സർഖസ്തിയുടെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ ഈ സർഖസ്തിയുടെ മക്കാമാത്ത് പറഞ്ഞ പ്രസിദ്ധമായിട്ട് ഒന്നേ ഉള്ളൂ, അത് ഈ മക്കാമാത്ത് ലുസൂമിയത്താണ്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ടുപേരുടേതും അല്ലാത്ത ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് ഇത് തന്നെയാണ്, മക്കാമാത്ത് ലുസൂമിയ സർഖസ്തിയുടേത്. മറക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഇപ്പൊ ഹമദാനി ഹരീരി ഇല്ലെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഏതെങ്കിലും രണ്ടിലൊരാളാണ്ട് സെലക്ട് ചെയ്യും. ലുസൂമിയത്താണെങ്കിൽ ഈ രണ്ടുപേരുമല്ല, സർഖസ്തിയാണെന്ന് മനസ്സിലാക്കുക. ഇത് പലപ്പോഴായിട്ട് നമ്മുടെ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മക്കാമയാണ്. അൽ മക്കാമാത്ത് അൽ ഹറാമിയ ആരുടേതാണ്? മക്കാമാത്ത് ഹറാമിയ ആരുടേതാണ്? ഓപ്ഷൻ B ആണ്, ഹരീരിയുടേതാണ് ഹറാമിയ. അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഹറാമിയ ആരുടേതാണ്? ഹരീരിയുടേതാണ്. ലുസൂമിയരുടേതാണ്, സർഖസ്തിയുടേതാണ്. അങ്ങനെ ഓരോന്നും ആരുടേത് അത്രേ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്നൊന്നും ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഹമദാനിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഹിജ്റ
358 to 398 കാലയളവിലാണ് ജീവിച്ചിട്ടുള്ളത്. പൂർണ്ണനാമം അബുൽ ഫضൽ അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ യഹ്യ. ഇറാനിലാണ് അദ്ദേഹത്തിന്റെ പിതാക്കന്മാരൊക്കെയും, അവിടെയാണ് അദ്ദേഹത്തിന്റെ വേരുകളുള്ളത്. കുടുംബത്തിന്റെ വേര് ഇറാനിലാണ്. ബാത്തിനി മദ്ഹബായിരുന്നു. അദ്ദേഹം പല നാടുകളിലും ചുറ്റി സഞ്ചരിച്ചു. ഖുറാസാന്, ജുർജാന്, സജസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നൈസാബൂർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവസാനം ഗസ്നയിലെ ഹറാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. 40 വയസ്സായിരുന്നു മരണപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രസിദ്ധനായ, നമ്മൾ തന്നെ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റിസാലയുടെ ആളായിരുന്നു അസ്വാഹിബ് ഇബ്നു അബ്ബാദ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച്, ഇന്നല്ല മുമ്പത്തെ ഒരു ക്ലാസ്സിൽ. അദ്ദേഹം അബ്ബാസി കാലഘട്ടത്തിലെ റിസാലയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, സ്വാഹിബ് ഇബ്നു അബ്ബാദ്. റയ്യിൽ വെച്ചുകൊണ്ട് സ്വാഹിബ് ഇബ്നു അബ്ബാദുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഹമദാനി ഫഹുവ ഷാഇറുൻ, നല്ലൊരു കവിയാണ്. വനാസിറുൻ, നല്ല പ്രോസ് റൈറ്റർ ആണ്. ഒരേ സമയം കവിയും പ്രോസും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഫഷ്തഹറ യൻസുറു മിനർ റസായിലിൽ ഇഖ്വാനിയ്യ വൽ മഖാമാത്ത്. അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് 2 കലകൾ അഭ്യസിച്ചതുകൊണ്ട്, 2 കലകൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിൽ ഉണ്ടാകുന്നത് ഒന്ന് റിസാല ഇഖ്വാനിയ, മറ്റൊന്ന് മഖാമാത്ത്. റിസാല ഇഖ്വാനിയ എന്താന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിസാല ദീവാനിയ, റിസാല ഇഖ്വാനിയ, ഇങ്ങനെ 2 റിസാലകൾ അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ റിസാല ഇഖ്വാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സർഗാത്മകമായിട്ട് എഴുതുന്ന ഒരു തരം ലെറ്ററാണ്. ലെറ്റർ എന്നുള്ളതിനുപരി അതിന്റെ ആവശ്യം, അതിന്റെ ലക്ഷ്യം സർഗശേഷിയെ ഇൽഹാർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മഖാമാത്തും ഇദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. മഖാമാത്തിന്റെ റായിദായിട്ടും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഹമദാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 400 മഖാമകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്, രേഖകൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 51 52 മഖാമാത്തൊക്കെയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് പിന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആസ്ഥാനയിൽ വെച്ച് 1298 അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 52 മഖാമത്തുകൾ നിലവിലുണ്ട്. 400ഓളം മഖാമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകൾ പറയുന്നത്. ഇങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, എത്ര മഖാമാത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന, പലപ്പോഴായിട്ട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് മൻഹുവ റാവിയത്തു മഖാമാത്തി ബദിയ സമാൻ അൽ ഹമദാനി. ഹമദാനിയുടെ മഖാമയുടെ റാവിയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആള് ആരാണ് എന്ന ചോദ്യം. അതുപോലെ തന്നെ മൻഹുവ ബത്വലു മഖാമാത്തി അൽ ഹമദാനി, ഹമദാനിയുടെ മഖാമാത്തിന്റെ ബത്വൽ, ഹീറോ ആരാണ്? ഈ 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. റാവിയത്ത് ഈസ ബിൻ ഹിഷാം ആയിരുന്നു. റാവിയത്ത് ഈസ ബിൻ ഹിഷാം ആയിരുന്നു. അദ്ദേഹത്തിന്റെ മഖാമയുടെ കഥയിലെ നായകൻ അബുൽ ഫതഹ് ലിസ്കന്ദരി എന്ന് പറയുന്ന ആളായിരുന്നു. ഈ 2 പേരുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. റാവിയത്ത് ആരാണെന്നും അറിഞ്ഞിരിക്കണം, ബത്തൽ ആരാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. റാവിയത്ത് ഈസ ബിൻ ഹിഷാം ആണ്, ബത്തൽ അബുൽ ഫതഹ് അൽ ഇസ്കന്ദരിയാണ്. ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മഖാമയാണ് അൽ മഖാമ അൽ ഖുറൈലിയ. അതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മഖാമ. പിന്നെ അദ്ദേഹത്തിന് വേറെയും കുറെ ഉണ്ട്. അൽ മഖാമാത്തുൽ ഹിർസിയ, ഖിർദിയ ആരുടേതാണെന്ന് നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ മഖാമാത്ത് ഹമദാനിയ, മഖാമാത്ത് അസദിയ, മഖാമാത്ത് അൽ ഫസാരിയ, ഇങ്ങനെ തുടങ്ങി ഒരുപാടധികം മഖാമാത്തുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ റാവിയത്തും ബത്തലും നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് ആകാം. അൽ മഖാമാത്തുൽ ഖിർദിയ ലിമാൻ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഹമദാനിയുടേതാണ് മഖാമാത്ത് ഖിർദിയ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? മഖാമാത്ത് ഖിർദിയ ഹമദാനിയുടേതാണ്. പ്രധാനപ്പെട്ട മഖാമാത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് നെറ്റ് അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ബാക്കിയുള്ള PSCയിലൊന്നും അങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്ന് വിചാരിക്കുന്നു. ഹരീരിയെ കുറിച്ച് വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഇതിലുള്ളത്. ഹരീരിയെ കുറിച്ച് നോക്കാം. ഹരീരി ഇദ്ദേഹത്തിന് ശേഷം ജീവിച്ചു മരിച്ചിട്ടുള്ള ആളാണ്. 1 നൂറ്റാണ്ട് ശേഷമാണ് ഹരീരി ജീവിച്ച് മരിക്കുന്നത്. 446 to 516 ആ ഒരു സമയത്താണ് ഹരീരിയുടെ പീരീഡ് എന്ന് പറയുന്നത്. പൂർണ്ണനാമം അബു മുഹമ്മദ് അൽ ഖാസിം ഇബിൻ അലി അൽ ഹരീരി.
ബസറയ്ക്കടുത്തുള്ള മഷാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ആകെ 50 മക്കാമകളാണ് രചിച്ചിട്ടുള്ളത്. നേരത്തെ ഹമദാനിയെ കുറിച്ച് 400 എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ലഭ്യമായിട്ടുള്ളത് 50, 51, 52 എന്നാൽ ഹരീരി ആകെ രചിച്ചിട്ടുള്ളത് 50 മക്കാമകൾ മാത്രമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മക്കാമയുടെ പിന്നെ ഒരു സാഹിത്യ ഭംഗിയിലും അതിന്റെ ഒരു അതിന് പ്രത്യുപകാരമായിട്ട് ഖലീഫ മുസ്തലിഹിർ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങളും മറ്റൊക്കെ ബഗ്ദാദിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം സ്വാഹിബുൽ ഖബറായിട്ട് ഗവൺമെന്റ് ഉദ്യോഗം നേടി ബസറയിലേക്ക് അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ മടങ്ങി പോകുന്നുണ്ട്. അദ്ദേഹം കേവലം ഒരു മക്കാമാത്തിന്റെ സ്വാഹിബ് മാത്രമായിരുന്നില്ല, നല്ലൊരു ക്രിട്ടിക് കൂടെയായിരുന്നു. ക്രിട്ടിസിസത്തിലും അദ്ദേഹത്തിന് കിതാബുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്, നഖദിലുണ്ട്. ആ നഖദിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് ദുറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് എന്നുള്ളതാണ്. ഇത് മക്കാമയല്ല, ഇത് നഖദാണ്. ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഇത് ദുറത്തുൽ ഖവാസ് ഏത് പിന്നെ ഫന്നിൽ പെടുന്നതാണ് എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം അൻ-നഖദ് എന്നുള്ളതാണ്. ദുറത്തുൽ ഖവാസ് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരീരിയുടേതാണ്. ഇനി നേരത്തെ നമ്മൾ ഹമദാനിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ റാവിയത്തും അദ്ദേഹത്തിന്റെ ബത്തലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹമദാനിയുടെ റാവിയത്ത് ഐസബിന് ഹിഷാം ആയിരുന്നു, ബത്തല് ഇസ്കന്ദരി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ റാവിയത്ത്, ഈ ഹരീരിയുടെ മക്കാമാത്തിന്റെ റാവിയത്ത് ഹാരിസ് ബിൻ ഹമാമാണ്. അദ്ദേഹത്തിന്റെ ബത്തല് അബൂ സൈദിൻ സറൂജി എന്ന് പറയുന്ന ആളുമാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ട സംഗതിയാണ്. ബത്തലും റാവിയത്തും. ബത്തല് ഹരീരിയുടെ ബത്തല് അബൂ സൈദിൻ സറൂജി, റാവിയത്ത് ഹാരിസ് ബിൻ ഹമാം എന്ന് പറയുന്ന ആളാണ്. ഈ കാര്യം നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. നെറ്റിലൊക്കെ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സൗണ്ടിനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ? വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഇത്. പിന്നെ നമ്മുടെ ഫ്രീ സെഷനിൽ ഇത്ര നമുക്ക് സമയം പരിമിതിയുണ്ട്, അനുസരിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മക്കാമാത്ത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മക്കാമ ദീനാരിയ ഹരീരിയുടേതാണ്. മക്കാമ ഹുൽവാനിയ, മക്കാമ സ്വനാനിയ, മക്കാമാത്ത് മറാഖിയ, ഷെരിയ, ഹറാമിയ. നമ്മൾ നേരത്തെ ഹറാമിയ ചോദ്യത്തിലുണ്ടായിരുന്നു അല്ലെ? അത് ഹരീരിയുടേതാണ്. റംലിയ. ഇത്തരം മക്കാമാത്തുകളൊക്കെ പ്രസിദ്ധമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ തന്നെ മതിയാവും, ഒന്ന് വായിച്ചാൽ തന്നെ മതിയാവും. ടോട്ടലി 50 മക്കാമകളാണ് ഹരീരിക്കുള്ളത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇനി ഒരു ചോദ്യം ആയിക്കോട്ടെ. ദുറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് എന്നുള്ള ഇത് കിതാബുൻ മഷ്ഹൂറുൻ ഫി ഡാഷ്. ഏതിലാണ് ഈ കിതാബ്, ഏത് ഫന്നിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? വിശദമായി പറഞ്ഞിട്ടേ ഉള്ളൂ. നഖദിലാണ് ഈ കിതാബ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇത് അബുൽ ഖാസിം അൽ ഹരീരിയുടെ ഗ്രന്ഥവുമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോ ഇതാണ് വളരെ ചുരുക്കിക്കൊണ്ട് മക്കാമാത്തും തൗഖിയാത്തും നമുക്ക് പറയാനുള്ളത്. അവസാനിപ്പിക്കാം. ഓക്കെ, എന്നാൽ ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.